എളിയ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നുവന്ന് സാധാരണക്കാർക്കിടയിൽ നിന്ന് കേരളത്തിലെ ടെക്സ്റ്റൈൽസ് റീറ്റെയിൽ രംഗത്ത് സിംഹാസനമിട്ട യുവ സംരംഭകൻ, Malayali of the Year 2025, Young Entrepreneur, Sri Riyaz VA. സ്വാഗതം ചെയ്യുന്നു ശ്രീ റിയാസ് വി എ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ്. കൺഗ്രാറ്റുലേഷൻസ് സർ. വെൽക്കം സർ. മൈക്ക്. ഒരുപാട് മത്സരമുള്ള മേഖലയാണല്ലോ. അവിടെ വളരെ യങ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആലോചന വേണം. ആ ആലോചനയ്ക്ക് ഒക്കെ തുടക്കമിട്ടത് എവിടെ നിന്നാണ്? എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ന്യൂസ് 18ന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ 20 വർഷത്തിന് മുമ്പാണ് ചെറിയ രീതിയിൽ സ്വയം തൊഴിലൊക്കെ ആരംഭിച്ചിട്ട് ഒരു ജീവനക്കാരനെ കൊണ്ടിട്ട് സംരംഭം ആരംഭിച്ച ഒരാളാണ്. അപ്പോ പല പല മേഖലയിൽ നിന്നും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടു. 8 വർഷങ്ങൾക്ക് മുമ്പ് മഹാറാണി എന്നൊരു ചെറിയ പ്രസ്ഥാനം തൊടുപുഴയിൽ ആരംഭിച്ചു. അന്നൊരു 250ഓളം ജീവനക്കാരൊക്കെയാണ് ആ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇന്ന് മധ്യകേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ധാരാളം വധൂവരന്മാര് ഇഷ്ടത്തോടുകൂടി വസ്ത്രമെടുക്കാൻ എത്തുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാരുടെ അർപ്പണബോധത്തോടുള്ള പ്രവർത്തനവും ഫാഷനെ കൃത്യമായി നോക്കി കണ്ടുകൊണ്ട് പുതുമകൾക്കൊപ്പം സഞ്ചരിക്കാൻ അവര് എന്റെ ഒപ്പം നിന്നതിന്റെ വളർച്ചയാണ് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിനുണ്ടായത്. ഇന്നിപ്പോ അറ്റ്ലസിനൊരു 10-20ഓളം ഷോറൂമുകൾ ചെറിയ മേഖല മറ്റേ 1000 ബിലോ എന്നുള്ള ഒരു സെഗ്മെന്റിലുണ്ട്. 12,000ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നു സംതൃപ്തിയോടുകൂടി. അങ്ങനെ തിരക്കില്ലാതെ ഭംഗിയായി പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അറ്റ്ലസ് ഗ്രൂപ്പിന്, മഹാറാണി ഗ്രൂപ്പിന്റെ ഈ വലിയ വിജയത്തിന് നാന്ദിയിടുമ്പോൾ അത് ഇത്രമാത്രം വലിയ ഒരു വൃക്ഷമായി മാറുമെന്ന് ചെറിയ സംരംഭകൻ ആലോചിച്ചിരുന്നു എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും സംരംഭം വളർത്തണമെന്നും സംരംഭം വളർത്തണം എന്നല്ല, കഴിവിന്റെ പരമാവധി കച്ചവടം ചെയ്യണമെന്നും ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നൊക്കെയുള്ളായിരുന്നു ആദ്യത്തെ സ്വപ്നം. ഈ പറയും പോലെ സ്വപ്നം വലുതായി വരുമ്പോൾ അത്ര സുഖമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കൂടി ധാരാളം ജീവനക്കാരൊപ്പം നിന്ന് കൃത്യമായി അവർക്ക് വേതനമൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷം, ഇപ്പൊ പിട്ടാപ്പള്ളി ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ സന്തോഷവും സ്നേഹവും ഒക്കെ കാണുമ്പം വീണ്ടും വീണ്ടും ധാരാളം ചെയ്യാൻ നമുക്ക് നല്ലൊരു പ്രചോദനം അതിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും ജീവനക്കാരോട് പറയാറുണ്ട്, സ്വന്തമായി ജീവിക്കാനാണെങ്കിൽ ഒരു പ്രസ്ഥാനം മതി. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര എണ്ണം കൂട്ടി നമ്മളൊന്നും വേറെ ഒന്നും കെട്ടിപ്പടുത്ത് വലുതാക്കി ആളാകുക എന്നുള്ളതല്ല, കൂടെ ഒത്തിരി പേര് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ ആക്ച്വലി പ്രചോദനം. കോമ്പറ്റീഷൻസ് ഒരുപാടുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് വെഡിങ്, നമുക്കറിയാം ഒരു മഹാറാണിയായിട്ട് ഇരിക്കണമെന്ന് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അവരവരുടെ വെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ചിന്തകളും മാറിക്കൊണ്ടിരിക്കുക. ഇത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ഒട്ടേറെ ആളുകൾ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ മാറുന്ന ഫാഷൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നത് ഇന്നത്തെ കാലത്തെ മോഡേൺ ഇന്ത്യൻ ബ്രൈഡിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വസ്ത്രസങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ നമ്മൾ പരിശ്രമിച്ച് അതിനൊപ്പം നമ്മൾ വളർന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെ തേടി ഇന്നത്തെ കാലത്തിന്റെ പുതുതലമുറയിലെ വധൂവരന്മാർ നമ്മളെ തേടി എത്തുള്ളൂ. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ആ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും കസ്റ്റമൈസേഷൻ ഉണ്ട്. അതിലൊരു 10-20 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നന്നായി പോകുന്നു. എന്തായാലും റിസർച്ച് ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ടീമാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. അതും യങ്ങേഴ്സ് തന്നെയാണോ ഉള്ളത് കൂടുതലും? നല്ല ശതമാനം യങ്ങേഴ്സ്. ഓക്കെ, ശരി. അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആളുകൾ കൂടെ ഒപ്പം ചേരട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.